നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൺകറൻസി കൺട്രോളിനകത്ത് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലത്തെ പറ്റിയാണ്. അതായത് ഡെഡ് ലോക്കിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെഡ് ലോക്കിനകത്ത് തന്നെ 3 പാർട്സ് ആണ് വരുന്നത്. ഡെഡ് ലോക്ക് പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ ടൂൾസ്, അതുപോലെ തന്നെ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ടൂൾസ്, മൂന്നാമത്തേതായിട്ടുള്ള ഡെഡ് ലോക്ക് റിക്കവറി ടൂൾസ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളത് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അത് വലുതോ ചെറുതോ ആക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ ആണോ അല്ലെങ്കിൽ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ ചെറുതുമാണ്, അതിനകത്ത് ഒത്തിരി ഡേറ്റ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലാത്ത ട്രാൻസാക്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പ്രിവെൻഷൻ ടെക്നിക്കുകളൊന്നും യൂസ് ചെയ്ത് ആ ട്രാൻസാക്ഷനെ കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് ആ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷന് ഡെഡ് ലോക്ക് വരാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായാൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് മാർഗങ്ങളും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലാതെ നമ്മൾ എപ്പോഴും ഡെഡ് ലോക്കിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ടൂൾസോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ എന്താണെന്ന് നോക്കാം. An algorithm that examines that the state of system is invoked periodically to determine whether a deadlock has occurred. Deadlock ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഏത് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റം ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഡെഡ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇനി അങ്ങനെയൊക്കെ തീരുമാനിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ എന്നുള്ള കാര്യം അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒരു സിസ്റ്റം ഡെഡ്ലോക്ക് ഉണ്ടായോ ഇല്ല എന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്യുന്നത് പോലെ തന്നെ റിക്കവറും ചെയ്യുന്നത്. മെയിൻറ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് ദ കറന്റ് അലോക്കേഷൻ ഓഫ് ഡേറ്റ ഐറ്റംസ് ടു ട്രാൻസാക്ഷൻസ് as well as any outstanding data item request. Provide an algorithm that uses this information to determine whether the system has entered a deadlock state. Recover from the deadlock when the detection algorithm determines that a deadlock exists. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ആദ്യമേ തന്നെ നോക്കേണ്ട കാര്യം എന്താണ്? കറണ്ട് ആയിട്ടുള്ള ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഏതൊക്കെ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ആ ട്രാൻസാക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഡേറ്റ ഐറ്റംസ് ഏതൊക്കെയാണ്, ഇനി ഫ്യൂച്ചറിൽ തൊട്ടടുത്ത് തന്നെ വരുന്ന റിക്വസ്റ്റുകൾ, ഡേറ്റ ഐറ്റം വേണം എന്നുള്ള റിക്വസ്റ്റുകൾ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽപ്പുണ്ടോ, ഇത്രയും കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആദ്യമേ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ചെക്ക് ചെയ്യുന്ന കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഡെഡ് ലോക്ക് സ്റ്റേറ്റിലേക്ക് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഡിറ്റക്ഷൻ അൽഗോരിതം ഒരു ഡെഡ് ലോക്ക് സ്റ്റേറ്റ് ഡിറ്റക്ട് ചെയ്താൽ എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ സിസ്റ്റത്തിനെ റിക്കവർ ചെയ്ത് പഴയ സ്റ്റേറ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. ഈ 3 കാര്യങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ആരൊക്കെ? ഈ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി സിസ്റ്റംസ് എല്ലാം ഈ 3 കാര്യങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ ആദ്യമേ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ. ഇപ്പൊ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്നത് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഒരു കറണ്ട് സ്റ്റേറ്റ് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ അങ്ങനെ ഒരു DBMS സിസ്റ്റത്തിനകത്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഗ്രാഫാണ് വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഡെഡ് ലോക്ക് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസാക്ഷന്റെ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ഫോർ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫ് ആണ് കേട്ടോ. ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എഡ്ജുകൾക്ക് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കുക. ദിസ് ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് എ പെയർ G equal to V, E, where V is a set of vertices and E is a set of edges. The set of vertices consists of all the transactions in the system. Each element in the set E of edges is an ordered pair Ti to Tj. ഇവിടെ G എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് വിചാരിക്കാം. അതിനകത്ത് 2 സെറ്റുകളാണുള്ളത്, V എന്നും E എന്നും പറയുന്നത്. V എന്ന് പറയുന്ന സെറ്റ് ഓഫ് വെർട്ടിസസും E എന്ന് പറയുന്ന സെറ്റ് ഓഫ് എഡ്ജസുമാണ്.
അപ്പം നമ്മൾ ഈ ഗ്രാഫിനകത്ത് വെർട്ടിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഈ സെറ്റിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇ എന്ന് പറയുന്ന എഡ്ജ് എന്തായിരിക്കും? ട്രാൻസാക്ഷൻസ് തമ്മിലുള്ള റിക്വസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇ എന്ന് പറയുന്ന എഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ടി ഐ എന്നും ടി ജെ എന്നും പറയുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ടി ഐ എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ടി ജെക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ആ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, ടി ഐക്ക് വേണ്ട ഡേറ്റ ഐറ്റം ടി ജെ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയും കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ടി ഐ ടി ജെക്ക് റിക്വസ്റ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ആ കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ഐറ്റത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ റിക്വസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രാഫിനകത്തെ എഡ്ജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ കാര്യം ഓർത്ത് വെക്കുക. If Ti to Tj is in E, then there is a directed edge from transaction Ti to Tj, implying that transaction Ti is waiting for transaction Tj to release a data item that it is needs. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ Ti എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ Tjക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ Ti വെയിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? Tj ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ഐറ്റത്തിനെ ആ ട്രാൻസാക്ഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ അവിടെ ഒരു വെയിറ്റിംഗ് വരുന്നുണ്ട്. ആ വെയിറ്റിംഗ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിനകത്ത് എഡ്ജുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. വെർട്ടിസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ട്രാൻസാക്ഷനെ കാണിക്കാൻ വേണ്ടി വെർട്ടിസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. When transaction Ti requests a data item currently being held by transaction Tj, then the edge Ti to Tj is inserted in the wait for graph. This edge is removed only when transaction Tj is no longer holding a data item needed by transaction Ti. അതായത് ഒരു വെയിറ്റ് ഫോർ ഗ്രാഫിനകത്ത് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ, ഒരു ട്രാൻസാക്ഷനിൽ നിന്നും മറ്റൊരു ട്രാൻസാക്ഷനിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്ന എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? ആ റിക്വസ്റ്റ് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നാണ് മീൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു വെയിറ്റിംഗ് ഇല്ലെങ്കിൽ ആ ഒരു എഡ്ജ് നമ്മുടെ ഈ ഗ്രാഫിനകത്ത് വരത്തില്ലെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, T17, T18, T19, T20 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോ ട്രാൻസാക്ഷന്റെ നെയിമുകളാണ്. അപ്പൊ അതാണ് ഈ ഗ്രാഫിനകത്ത് വെർട്ടിസുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഡയറക്റ്റ് എഡ്ജുകൾ നോക്കിക്കേ, T17, T19 റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? T19 ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ ഐറ്റത്തിനെ ആർക്ക് വേണം? T17 വേണം. ഇനി ഇവിടെ നോക്കിയേ, T19, T18 റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ T18 ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ ഐറ്റത്തിന് ആർക്ക് വേണം? T19 വേണം. ഇവിടെ നോക്കിയേ, T20 ആണ് T18 റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ T20 ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ഐറ്റം ആർക്ക് വേണം? T18 വേണം. അതുപോലെ തന്നെയാണ് ഇവിടെയും T17 വേണ്ട ഒരു ഡേറ്റ ഐറ്റത്തിന് T18 ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യുന്നത്? അത് നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രാഫ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ആ ഒരു പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. A deadlock exists in a system if and only if the wait for graph contains a cycle. Wait for ഗ്രാഫിനകത്ത് എപ്പോഴാണോ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ സിസ്റ്റം ഡെഡ്ലോക്കിലായെന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. Each transaction involved in the cycle is said to be deadlocked. To detect deadlocks, the system needs to maintain the wait for graph and periodically to invoke an algorithm that searches for a cycle in the graph. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഗ്രാഫിനകത്ത് സൈക്കിൾ വന്നിട്ടുണ്ടോ? ഇല്ല. വെയിറ്റ് ഫോർ ഗ്രാഫ് വിത്ത് നോ സൈക്കിൾ. ഇവിടെ സൈക്കിൾ വന്നിട്ടില്ല. കാരണം എന്താ? ഇതെല്ലാം ഡയറക്റ്റഡ് എഡ്ജ് ആണ്. ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു, ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു, ഇവിടെ ഇങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നില്ല. അതായത് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള വെയിറ്റിംഗ് ഫോം ചെയ്യുന്നില്ല അല്ലേ? ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, ഇപ്പൊ ഈ ട്രാൻസാക്ഷൻ ലോക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാം. ഈ ട്രാൻസാക്ഷൻ ലോക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് യൂസ് ചെയ്യാം. ഈ ട്രാൻസാക്ഷൻ ലോക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ T17 കൂടെ ഒരു ഡേറ്റ കിട്ടും. അതുപോലെ തന്നെ T20 ലോക്ക് റിലീസ് ചെയ്താൽ T18 എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ അവിടെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള വെയിറ്റിംഗ് ഉണ്ടാവുന്നില്ല. ഏതെങ്കിലും ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ, ലോക്ക് റിലീസ് ചെയ്യുമ്പോൾ മറ്റു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഈ മുകളിൽ തന്നിരിക്കുന്ന ഗ്രാഫിനകത്ത് തന്നെ എങ്ങനെയാണ് ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നതാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു എഡ്ജും കൂടെ കൂടുതൽ വന്നു, അതായത് ഒരു വെയിറ്റിംഗും കൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. അതായത് T20, T19 ഒരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. T20ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആരുടെ കയ്യിൽ ലോക്ക് ആയിട്ടിരിക്കുകയാണ്? T19ന്റെ കയ്യിൽ ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാവുന്നുണ്ട്. അതായത് എഡ്ജുകളുടെ ഡയറക്ഷൻ നോക്കുക, സൈക്കിൾ ഫോം ചെയ്തിരിക്കുന്ന എഡ്ജുകളുടെ ഡയറക്ഷൻ നോക്കുക. ഒരു സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മീനിങ് എന്താണ്? T19
ലോക്ക് റിലീസ് ചെയ്യുന്നെങ്കിൽ മാത്രമേ T20ക്ക് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ ലോക്കിംഗ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള വെയിറ്റിംഗിലാണ് നമ്മുടെ സിസ്റ്റം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനും ഡേറ്റ ഐറ്റത്തിനെ കിട്ടത്തുമില്ല, ഒരു ട്രാൻസാക്ഷനും എക്സിക്യൂട്ട് ചെയ്യത്തുമില്ല, എല്ലാം അൺകണ്ടീഷണൽ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വെയിറ്റ് ഫോർ ഗ്രാഫിനകത്ത് ഒരു സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അവിടെ ഒരു ഡെഡ് ലോക്ക് കണ്ടീഷൻ ഒക്കർ ചെയ്തിട്ടുണ്ട്, ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഡെഡ് ലോക്ക്ഡ് ആണെന്ന് നമ്മൾ പറയും. അപ്പൊ ഇത്രയാണ് വെയിറ്റ് ഫോർ ഗ്രാഫിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ടോപ്പിക്കാണ് റിക്കവറി ഫ്രം ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഡിറ്റക്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് ഒരു സിസ്റ്റം ഡെഡ് ലോക്കിലാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യണം, അതിനെ സോൾവ് ചെയ്യണം. അപ്പൊ അതിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാന്നാണ് ഇനി നമ്മൾ റിക്കവറി മെത്തേഡ്സിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 3 കാര്യങ്ങളാണ് നമ്മൾ റിക്കവറിക്കകത്ത് ചെയ്യുന്നത്: സെലക്ഷൻ ഓഫ് എ വിക്ടിം, റോൾ ബാക്ക് ആൻഡ് സ്റ്റാർവേഷൻ. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ റിക്കവറിക്കകത്ത് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് എ വിക്ടിം. Given a set of deadlocked transactions, we must determine which transaction to roll back to break the deadlock. അതായത് ഒരു ഡെഡ്ലോക്കിലായാൽ, നമ്മുടെ സിസ്റ്റം ഡെഡ്ലോക്കിലായാൽ അതിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏത് ട്രാൻസാക്ഷനെ വേണം നമ്മൾ അബോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്ന ആ ട്രാൻസാക്ഷന് പറയുന്ന പേരാണ് വിക്ടിം എന്ന്. നമ്മൾ അബോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ട്രാൻസാക്ഷൻ ആണ് വിക്ടിം എന്ന് പറയുന്നത്. ഇനി വിക്ടിമിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ വിക്ടിമിന് മിനിമം കോസ്റ്റ് ആയിരിക്കണം. ഒരു ട്രാൻസാക്ഷന് മിനിമം കോസ്റ്റിലാണെങ്കിലാണ് നമ്മൾ അതിനെ വിക്ടിമായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി മിനിമം കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അതായത് ആ ട്രാൻസാക്ഷൻ എത്ര നേരമായി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു, ഇനി എത്ര സമയം വേണം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ എത്ര ഡേറ്റ ഐറ്റംസിനെ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി എത്ര ഡേറ്റ ഐറ്റംസ് വേണം അതിന് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ചെയ്യുന്നത് കൊണ്ട് മറ്റേതൊക്കെ ട്രാൻസാക്ഷൻസ് റോൾ ബാക്ക് ആയിട്ട് പോകാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മിനിമം കോസ്റ്റിനകത്ത് പെടുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാം വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ട്രാൻസാക്ഷനെ വിക്ടിമായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് രണ്ടാമെന്ന് പറഞ്ഞാൽ റോൾ ബാക്ക്. അതായത് വിക്ടിമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ആണ് റോൾ ബാക്ക്. അതായത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസാക്ഷന്റെ എക്സിക്യൂഷൻ നിർത്തിവെക്കുന്ന ഒരു പ്രോസസ്സാണ് റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ. റോൾ ബാക്ക് തന്നെ 2 ടൈപ്പ് ഉണ്ട്: ടോട്ടൽ റോൾ ബാക്കും പാർഷ്യൽ റോൾ ബാക്കും. ടോട്ടൽ റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ അബോർട്ട് ദ ട്രാൻസാക്ഷൻ ആൻഡ് ദെൻ റീസ്റ്റാർട്ട് ഇറ്റ്. അതായത് ഡെഡ്ലോക്കിൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെ നമ്മൾ വിക്ടിമായിട്ട് കണ്ടുപിടിച്ചു, ആ ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ആ ട്രാൻസാക്ഷനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു, വീണ്ടും ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നു. അതാണ് ടോട്ടൽ റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ആണ് പാർഷ്യൽ റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ട്രാൻസാക്ഷനകത്ത് ഒരുപാട് ഓപ്പറേഷൻസ് വരാം അല്ലേ. അപ്പൊ ഏത് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഡെഡ്ലോക്ക് ഉണ്ടാകുന്ന എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ ആ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം ആ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏത് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണോ ഡെഡ്ലോക്ക് വന്നത്, ആ ഓപ്പറേഷൻ കൊണ്ട് അതിനെ റോൾ ബാക്ക് ചെയ്യുക, ബാക്കി ഭാഗം മാത്രം റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മുടെ പാർഷ്യൽ റോൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 2 തരത്തിലുള്ള റോൾ ബാക്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് നമ്മുടെ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിക്ടിമിനെ കണ്ടുപിടിച്ചു, റോൾ ബാക്ക് ചെയ്തു. മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. സ്റ്റാർവേഷൻ അത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് സാധാരണയായിട്ട് നമ്മളൊരു വിക്ടിമിനെ സെലക്ട് ചെയ്യുന്നത് മിനിമം കോസ്റ്റ് ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മിനിമം കോസ്റ്റിൽ വരുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷനെ തന്നെ വീണ്ടും ഡെഡ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ വിക്ടിമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുകയാണ് നമ്മൾ സ്റ്റാർവേഷനകത്ത് ചെയ്യുന്നത്. അതായത് റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ട്രാൻസാക്ഷന്റെ എണ്ണം നമ്മൾ ലിമിറ്റ് ചെയ്യുക. അതാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു തവണ വിക്ടിമായിട്ട് എടുത്ത ട്രാൻസാക്ഷനെ വീണ്ടും വിക്ടിമായിട്ട് എടുക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാർവേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കോടെ ഈ റിക്കവറിക്കകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഡെഡ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട റിക്കവറി മെത്തേഡ്സും അതുപോലെ തന്നെ ഡിറ്റക്ഷൻ മെത്തേഡ്സും.